കോട്ടയം മണർക്കാട് നവവധുവിന് നേരെ ആഭിചാരക്രിയയും പീഡനവും. യുവതിയുടെ ശരീരത്തിൽ മരിച്ചുപോയ ബന്ധുക്കളുടെ ദുരാത്മാക്കൾ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആഭിചാരക്രിയ. യുവതിക്ക് മദ്യം നൽകിയ ശേഷം ബലമായി ബീഡി വലിപ്പിക്കുകയും ഭസ്മം തീറ്റിക്കുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു. യുവതിയുടെ ഭർത്താവ് അഖിൽദാസ്, അയാളുടെ പിതാവ് ദാസ്, പൂജ നടത്തിയ ശിവദാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒളിവിൽ പോയ ഭർത്തൃമാതാവ് സൗമിനിക്കായി അന്വേഷണം തുടർന്നു. നവംബർ 2 കഴിഞ്ഞ ഞായറാഴ്ച കോട്ടയം മണർകാടുള്ള ഈ വീട്ടിൽ അന്ന് നടന്നത് മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ആഭിചാരം. 55 വയസ്സുള്ള ദാസും ഭാര്യ സൗമിനിയും 3 മക്കളുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. മൂത്ത മകൻ അഖിൽദാസ് 1.5 ആഴ്ച മുൻപാണ് കോട്ടയം കോടിമത സ്വദേശിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ ചില ദുരാത്മാക്കളുണ്ടെന്ന് ഭർത്തൃമാതാവ്. അതൊഴിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആഭിചാരക്രിയ നടത്താൻ കുടുംബം തീരുമാനിക്കുന്നു. പൂജ നടത്തുന്നതിന് വേണ്ടി തിരുവല്ല മുത്തൂർ സ്വദേശിയായിട്ടുള്ള ശിവൻ തിരുമേനി എന്ന് വിളിക്കപ്പെടുന്ന ശിവദാസിനെ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ നവംബർ 2 ക്രൂരമായ ആഭിചാരവും പീഡനവും ഈ വീട്ടിൽ അരങ്ങേറുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ ഏകദേശം 10 മണിക്കൂർ നീണ്ട ആഭിചാരക്രിയയും പൂജയും. ഈ പെൺകുട്ടിയുടെ ശരീരത്തിലെ ബാധ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിക്ക് ആദ്യം മദ്യം നൽകി. കത്തിച്ച സിഗരറ്റ് ഉപയോഗിച്ച് പെൺകുട്ടിയുടെ മുഖത്ത് പൊള്ളലേൽപ്പിച്ചു. ഭസ്മം ബലമായി തീറ്റിച്ചു. പറഞ്ഞാൽ പോലും അറയ്ക്കുന്ന തരത്തിലുള്ള ക്രൂരമായ പീഡനം. സ്ഥിരമായിട്ട് കുടുംബ കാര്യങ്ങളിലൊക്കെ പോയി ബന്ധപ്പെടുന്ന ഒരു മന്ത്രവാദിയുണ്ട്. അപ്പോൾ ആ മന്ത്രവാദിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ബാധ കെട്ടിയിട്ടുണ്ട്. ഈ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കുടുംബത്തിൽ വലിയ വിഷയം ഉണ്ടാകും. അതുകൊണ്ട് ഈ ബാധ എങ്ങനെയും ഒഴിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രവാദിയാണ് സത്യത്തിൽ ഇവരെ ഈ കുരുക്കിയത് ഈ വിഷയത്തിൽ. അപ്പോൾ മന്ത്രവാദി പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണും. കുടുംബാംഗങ്ങളുടെ മുന്നിൽ വച്ചായിരുന്നു ആഭിചാരക്രിയ. മാത്രമല്ല അത് അഖിൽദാസിന്റെ സഹോദരി മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഈ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസന്വേഷണത്തിൽ വളരെ നിർണായകമായതും ഈ കേസിന്റെ ഗ്രാവിറ്റി സംബന്ധിച്ച് പോലീസിന് കൂടുതൽ വ്യക്തതയുണ്ടായതും ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതിന് പിന്നാലെയാണ്. പൂജയ്ക്ക് പിന്നാലെ ഈ പെൺകുട്ടിയുടെ മാനസിക നില പൂർണ്ണമായും തകരുന്നു. മറ്റു വഴികളൊന്നുമില്ലാതെ കോടിമതയിലുള്ള സ്വന്തം അച്ഛനെ വിളിച്ച് പെൺകുട്ടി കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. പെൺകുട്ടിയുടെ പിതാവ് മണർകാട് പോലീസിൽ ഒരു പരാതി നൽകുന്നു. ആ അന്വേഷണമാണ് ഈ കൊടും ക്രൂരകൃത്യം പുറത്തേക്ക് വരുന്നതിൽ നിർണായകമായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൂജകൾക്ക് നേതൃത്വം നൽകിയ തിരുവല്ല മുത്തൂർ സ്വദേശിയായിട്ടുള്ള ശിവൻ തിരുമേനി എന്നറിയപ്പെടുന്ന ശിവദാസ്, ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അഖിൽദാസ്, ഇയാളുടെ പിതാവ് ദാസ്, ഈ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഭർത്തൃമാതാവായിട്ടുള്ള സൗമിനി അവരിപ്പോഴും ഒളിവിൽ തന്നെയാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. പരിഷ്കൃത സമൂഹം, സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നതിനിടയിലാണ് ദുരാത്മാവ്, അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ ഇടയിൽ നിറയുന്നത്. കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.